പശുത്തൊഴുത്താണ് ഈ കാണുന്നത് കേട്ടോ. മലയുടെ മേളിലേക്ക് പോകാൻ വേണ്ടി നമുക്കൊരു സ്വിസ് പാസ്പോർട്ടൊക്കെ തന്നിട്ട് അവർ ചെമ്മീൻ കറി, മുട്ട വറുത്തത്. ഹായ് ഗായ്സ്, ഞങ്ങൾ ഇന്റർലേക്കനിലെ തെരുവീതികളിലൂടെ തേരാപ്പാര നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. തേരാപ്പാരയൊന്നുമല്ല, നമ്മുടെ ഹോട്ടലല്ല, നമ്മുടെ അക്കോമഡേഷനാണ്. ഇത് അവിടെ കാണുന്ന ലാസ്റ്റ് ബിൽഡിങ്, ഈ സൈഡിൽ കാണുന്ന ലാസ്റ്റ് ബിൽഡിങ്, അതിൻ്റെ ഫുൾ അപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ കംപ്ലീറ്റ് അപ്പാർട്ട്മെൻറ്റ് നമ്മുടെയാണ്. അല്ല, നാളെ നമ്മൾ വെക്കേറ്റ് ചെയ്യും നമ്മുടെ എന്നൊക്കെ പറയുമ്പോഴേ. അതെ, ജസ്റ്റ് ഫോർ 2 days. ഇനിയിപ്പോൾ നമുക്കൊരു സൂപ്പർ മാർക്കറ്റിൽ പോകണം, കുറച്ച് അരി കിട്ടുമോ നോക്കാം. അതെ, അല്ല ഇവിടെ വന്നിട്ട് അതെ 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 ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിൽ അരി കിട്ടുമോ നോക്കാം. കിട്ടുമെങ്കിൽ കുറച്ച് അരി വാങ്ങിച്ചൊരു അച്ചാറും കിട്ടിക്കഴിഞ്ഞില്ല അടിപൊളിയാണ്. അല്ല, കംപ്ലീറ്റ് നാടൻ ഫുഡ് തന്നെയാണ് കേട്ടോ. നമ്മളിവിടെ വന്നിട്ട് കംപ്ലീറ്റ് നാടൻ ഫുഡ് തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, പുട്ട്, ചിക്കൻ കറി, പിന്നെ ഇനിയിപ്പോൾ സ്റ്റൂ, ഇനിയിപ്പോൾ ഷാപ്പിലെ കറി ഇഷ്ടം പോലെ, ഒരു 3 ഷാപ്പിലെ കറി ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്, പുലാവ് 4 പുലാവ് പ്രാവശ്യം കഴിച്ചു. പുലാവ് പക്ഷെ അത് ഇത്തിരി ഒരു ടേസ്റ്റി ആണെന്ന് ചോദിച്ചാൽ ടേസ്റ്റിയാണ്, പക്ഷെ പുലാവ് എനിക്ക് അത്ര അങ്ങോട്ട് ഒരു ഫീൽ തോന്നിയില്ല കേട്ടോ. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റൈസ് കിട്ടുമോ നോക്കണം. എന്നിട്ട് നമ്മള് റൈസ് കുക്ക് ചെയ്തിട്ട് കറി ഇരിപ്പുണ്ട്, നമ്മുടെ കറിയുണ്ട്, ചൂടാക്കി കഴിക്കാം. അപ്പൊ ഇന്ന് ഡിന്നർ അങ്ങനെ അതാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. പുറകിലൊരു പട്ടി. അപ്പൊ അത് ഞങ്ങളെ കണ്ടിട്ട് മേടിച്ചു കേട്ടോ, ആ പട്ടി. ഓക്കെ, അപ്പൊ എൻ്റെ ഈ ക്യാമറയുടെ പുറകിൽ നിങ്ങൾ കണ്ടുകഴിഞ്ഞ സീൻ ഇതാണ്. ക്യാമറയുടെ പുറകിലുള്ള സീനറി ഇടാ, ഇത് കണ്ടില്ലേ? ആഹാ, എന്താ സ്ഥലം നോക്കിയേ. ലൂക്കിന് ഇഷ്ടപ്പെട്ട സ്ഥലമൊക്കെ? ലൂക്ക, സ്വർഗമല്ലേ ഇതാ. ഇനി അതൊക്കെ മേലെ വേറെ എന്തോ ആണ്. ഇത് കണ്ടില്ലേ, ബിൽഡിങ്സ് ഒക്കെ തന്നെ ഉണ്ടല്ലേ, പഴയ ബിൽഡിങ്സ് ആണ് എല്ലാം, നല്ല അടിപൊളി ബിൽഡിങ്സ്. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം ഈ സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ കിട്ടുമെന്ന്. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മറ്റേ ഇതിൻ്റെ വിത്തുകളൊക്കെ ഉള്ളത്. നീ ആദ്യം തന്നെ കയറുമ്പോൾ തന്നെ ഇവിടെ ഇത് കണ്ടില്ലേ, കോണിൻ്റെ സീഡ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ആദ്യം തന്നെ വെച്ചേക്കണേട്ടാ. ഇത് കണ്ടില്ലേ, തൈകൾ, ചെടിയുടെ തൈകളൊക്കെ ഉണ്ടല്ലോ. ഓണിയൻ സീഡാണത്, ആണെന്ന് തോന്നണ്ട. കയറും നമുക്ക്. താഴെ തന്നെ പ്രൊഡ്യൂസ് ഏരിയയാണ്, നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഏരിയയാണ്. ഫ്രൂട്ട്സ്, വെജീസ് കാര്യങ്ങളെല്ലാം. സ്വിറ്റ്സർലൻഡിലാണ്ടാ, സ്വിറ്റ്സർലൻഡ്. മാൻഡറിൻ ആണെന്ന് തോന്നിട്ട്. സ്ട്രോബെറി മേടിക്കാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അരി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുപ്പി വൈൻ മേടിച്ചിട്ടുണ്ട്, ഇവിടുത്തെ ലോക്കൽ വൈനറും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നോവ വൈനാണ്. പിന്നെ ഒരു 4 ബിയർ. പിന്നെ ഒരു 6 കോഴിമുട്ട, 6 കോഴിമുട്ട. പിന്നെന്താണ്, പിന്നെ പിന്നെ കുറച്ച് കമ്മി ബിയർ, പിന്നെ ഒരു പാക്കറ്റ് സ്ട്രോബെറി. ഇത് മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ അതേ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ലൂക്കിൻ്റെ ഒരു കിൻഡർ ജോയ് പോലത്തെ ഒരു ചെറിയ സാധനം. സ്വിറ്റ്സർലാൻഡിൽ എവിടെ പോയാലും നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഫൗണ്ടെയിൻസ് കാണാൻ സാധിക്കും. നമുക്ക് വെള്ളം എവിടെ നിന്നാണെങ്കിലും എടുത്ത് കുടിക്കാൻ പറ്റും. ഇത് ആൽപൈൻ വാട്ടറാണ്. നമുക്ക് ഇവിടെ നിന്ന് മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമുണ്ട്. ഇത് ഫ്രഷ് വാട്ടറാണ്. ഇതെല്ലാ മുക്കിലും മൂലയിലും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ചാണ് വെജ് പുലാവ്. ഇപ്പോൾ നമ്മൾ 3 വെജ് പുലാവ് എടുത്തിട്ടുണ്ട്. പിന്നെ കേരള ഫിഷ് കറി, പിന്നെ അവിയൽ. ഇതാണ് ഇന്നത്തെ ലഞ്ച് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇത്ര ദിവസം നമ്മൾ കെറ്റിലിൻ്റെ അകത്തൊക്കെ ഇട്ട് ബോയിൽ ചെയ്ത് അവിടെ ഓവൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ നമുക്ക് മൈക്രോവേവ് ഓവൻ ഉണ്ട്. പിന്നെ നമുക്കിത് മൈക്രോവേവിൽ വെച്ചെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു പിനോനോവ ബാഡിഷർലാൻഡെയിൻ, ഇവിടുത്തെ ഒരു ലോക്കൽ പിനോനോവ വൈനാണ്. നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
അപ്പൊ ഇന്ന് ലഞ്ചിനുള്ള പരിപാടികളും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. നമ്മള് 4 മിനിറ്റ് നമ്മുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോവാണ്. യൂംഫ്രാഹോയിലുള്ള അങ്ങോട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. നടക്കാനാണെങ്കിൽ ഒരു 10 മിനിറ്റ് നടക്കണം, അല്ലെങ്കിൽ ബസ് എടുക്കണം. ബസ്സിനാണെങ്കിൽ ഒരു 2 മിനിറ്റത്തെ കാര്യമുള്ളൂ. പക്ഷേ ഈ തണുപ്പത്ത് നടക്കുന്ന ഒരു രസമല്ലേ, അപ്പോൾ അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. ഇതെങ്ങനെയാണെങ്കിലും ഒരു 100-150 വർഷം പഴക്കമുള്ള ബിൽഡിങ്സ് ഒക്കെ ആയിരിക്കും കേട്ടോ ഇതൊക്കെ. ആ ഒരു ബിൽഡിങ്സിൻ്റെ സ്റ്റൈലൊക്കെ തന്നെ കണ്ടില്ലേ, എല്ലാം നല്ല രീതിയിലൊരു മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നുണ്ട്. ഒരു തരി ഈ റോഡൊക്കെ തന്നെ കണ്ടില്ലേ, ഒന്നും കാണാനില്ല, ഒരു പ്ലാസ്റ്റിക്കോ പേപ്പേഴ്സോ ഒന്നും കാണാനില്ല. പിന്നെ വണ്ടിയൊക്കെ തന്നെ പാർക്ക് ചെയ്തേക്കുന്ന ആ ലേ ഔട്ട് കണ്ടില്ല, ആ ഒരു രീതി കണ്ടില്ലേ, എന്ത് ഭംഗിയായിട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാണ്ടിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഓരോ രാജ്യങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കൊന്നും നമ്മുടെ നാട്ടിൽ തിരുത്താൻ പറ്റില്ല, എന്നാലും കുറേ കാര്യങ്ങൾ എല്ലാവരും ഇതുപോലെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് തന്നെയാണെങ്കിൽ നമുക്ക് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവും. ഇതുപോലെ ഇങ്ങനെ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഫ്രണ്ടിൽ മലകളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ഈ സൈഡിലാവുമ്പോൾ നല്ല മഞ്ഞ് മലകൾ കണ്ടാ, ആഹാ എന്താ. ഇന്റർലേക്കിൻ്റെ ഏകദേശം ഒരു അറ്റത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോ, ആഹാ എന്താണ് ഫ്രെയിം എന്ന് നോക്കിയേ, ഒന്നും പറയാനില്ലാത്ത കാഴ്ചകളാണ്. നിങ്ങൾ കണ്ടാൽ മതി, വേറെ ഒന്നും കൂടെ എനിക്ക് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. ഏതാ സിനിമാറ്റിക് പപ്പട ഫോൺ മാത്രമുള്ള അയ്യേ പറ്റിച്ചേ. ഫ്രാഹോവിൻ്റെ ടിക്കറ്റിന് വേണ്ടി ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇപ്പം ഇന്ന് എടുക്കേണ്ട ടിക്കറ്റ് നാളെ രാവിലെ വന്നിട്ട് എടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ കുറച്ചും കൂടെ ഷോപ്പിംഗ് ചെയ്തിട്ട് വന്നിട്ടുണ്ടോ. ഞങ്ങൾ ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ പിന്നെ ഇവിടെ ആൽപൈൻ വാട്ടറാണ്, എല്ലായിടത്തും കുടിക്കാൻ പറ്റിയ വെള്ളമാണ്. പക്ഷേ എപ്പോഴും നമുക്ക് പുറത്തു പോയി എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം വാങ്ങിച്ച് ഗായ്സ് നമ്മൾ നമ്മുടെ ചോറ് വെക്കുന്നുണ്ട്. ഇന്റർലാക്കനിലെ നമ്മുടെ ഡിന്നർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്വിറ്റ്സർലാൻഡിലെ കഞ്ഞി തിളച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളി. ചെമ്മീൻ കറി റെഡി. അത്രത്തിന് വലിയ ചൂടൊന്നും ഇല്ല. ഇനി അടുത്തത് മുട്ട വറുക്കാൻ വേണ്ടി നമ്മള് കോഴിമുട്ട. ഓക്കെ, നമ്മൾ വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട്. ഇവിടത്തേക്ക് വെളിച്ചെണ്ണ ഇങ്ങനത്തെ ഉണ്ടാ, ഇതുപോലെ നമ്മുടെ നാട്ടിലെ യോഗട്ടൊക്കെ വരില്ലേ, അതുപോലത്തെ ഉള്ള ഒരു പാക്കിംഗ് ആണ് ഇവിടുത്തെ വെളിച്ചെണ്ണ. കാരണം ഓൾറെഡി വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടിയായി പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഇതുകൊണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയ്തിടണം. അതാണ് ഇവിടുത്തെ വെളിച്ചെണ്ണ, സ്വിറ്റ്സർലാൻഡ് വെളിച്ചെണ്ണ. ഇപ്പോൾ നമ്മൾ ഓംലെറ്റ് വറുക്കാൻ വേണ്ടി വെളിച്ചെണ്ണയൊക്കെ പുരട്ടി ഇനി ഓംലെറ്റ് അങ്ങോട്ട് സെറ്റാക്കാൻ വേണ്ടി. എവിടെ പോലും നമ്മൾ നമ്മുടെ നാടൻ സ്റ്റൈൽ വിട്ട് കളിക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നാടൻ സ്റ്റൈൽ ഡിന്നർ. ഇതിനുള്ള ചെമ്മീൻ കറിയും, നമ്മുടെ നാടൻ ചെമ്മീൻ കറിയും പിന്നെ കോഴിമുട്ട വറുത്തതും കൂട്ടി നമുക്കൊരു പിടി അങ്ങോട്ട് പിടിച്ച് എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. ആഹാ, നൈസ്.
അടിപൊളി. എൻ്റെ പൊന്നോ, ഈ തണുപ്പത്ത് കഴിക്കുമ്പോഴൊരു ഫീല് എങ്ങനെയുണ്ട്? ഇതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തോ, ഇതൊരു വികാരമാണ്. നാട്ടിൽ നിന്ന് മാറിയുമ്പോൾ നമുക്ക് ശരിക്കും മിസ് ചെയ്യണം നമ്മുടെ ഫുഡ് തന്നെ. അതെ അതെ, അത് ശരിയാണ്. അത് ഇവിടെ വന്നിട്ട് കഴിക്കാൻ പറ്റിയല്ലോ, വളരെ സന്തോഷമുണ്ടല്ലേ. അപ്പോൾ ഓക്കെ, ഇന്ന് കഴിച്ച് തീർത്തിട്ട് ബാക്കി കഥ അറിയാം. അപ്പം ഞങ്ങൾ കഴിക്കുന്ന ടൈമിൽ ലൂക്ക് ഓൾറെഡി 2 ഉറക്കം കഴിഞ്ഞിട്ടാ. അത് കണ്ടില്ലേ, ലൂക്ക് നൈസായിട്ട് അവിടെ കൂർക്കം വലിച്ച് കിടന്നു. പ്രിങ്കിൾസും പിന്നെ നാട്ടിലെ ഒരുപാട് ഫുഡും ഐറ്റംസും ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ലൂക്ക് പതിയെ സൈഡായിട്ടാണ്. പിന്നെ ടയർഡാണല്ലോ, ടൈമിങ്, ജെറ്റ് ലാഗ് കാര്യങ്ങളെല്ലാം കൊണ്ട് ആൾ ടയർഡായി. അപ്പോൾ പുള്ളിക്കാരൻ നേരെ എന്നെ അങ്ങോട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് അങ്ങോട്ട് ഫുഡ് അടിക്കണേണ്ട.